നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ 80 സെൻറ്റ് പാവൽ തോട്ടമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ വിഷയം പാവൽ കൃഷി എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും, ലാഭം കിട്ടും എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പാവൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൃത്യമായ അകലം പാലിച്ചിരിക്കണം. 2 മുതൽ 4-5 മീറ്ററോളം നമ്മൾ ഓരോ ചൂടും തമ്മിൽ അകലം പാലിച്ചിരിക്കണം. കൃത്യമായ അകലം പാലിച്ചില്ലെങ്കിൽ ചോലിച്ച്, അതായത് ഇലച്ചിൽ കൂടി നമുക്ക് കാ കുറയും. മറ്റേത് നമുക്ക് കണ്ട അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ ലഭിച്ച് നമുക്ക് നല്ല വിളവ് ഇതുപോലെ കണ്ട നല്ല വിളവ് ലഭിക്കും. ഇവിടെയൊക്കെ തട്ടിക്കിടക്കുകയാണ് പാവൽ. നമുക്ക് ഞെരിങ്ങി തന്നെ കായ്ച്ച് കിടക്കും. അപ്പോൾ പാവൽ കൃഷി ചെയ്യുന്നവർ കൃത്യമായി അകലം കണ്ട ഇവിടെ ഒരു ചുവടാണ്. നമ്മളിവിടെ 4-5 തൈകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് കാലാവസ്ഥയിലും നമുക്ക് ജലത്തിൻ്റെ ലഭ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് പാവൽ കൃഷി ചെയ്യാം. മൂന്നും 4-5 മീറ്ററുകൾ അകലം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടവിളയായിട്ട് ഇതുപോലെ കപ്പ, മത്തൻ, വെള്ളരി എന്നിവ നമുക്ക് നടാൻ കഴിയും. നമ്മളിവിടെ കപ്പയാണ് നമ്മൾ നട്ടിരിക്കുന്നത്. കണ്ട പാവൽ കൃഷിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മൊസൈക്ക് രോഗം. ഇതിന് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് ഇതിനൊരു പ്രതിവിധിയില്ല. എന്നിട്ട് നമുക്ക് മൊസൈക്ക് പിടിച്ച ചെടിയിൽ നിന്ന് അത്യാവശ്യം കായൊക്കെ ലഭിക്കുന്നുണ്ട്. പാവൽ വിത്ത് കുത്തുന്നതിന് മുന്നേ നമ്മൾ തടമൊരുക്കണം. അതായത് 2 മീറ്റർ വീതി, 2 മീറ്റർ നീളത്തിൽ നമ്മൾ തടം ഒരുക്കി നമ്മൾ അടിവളമായിട്ട് തന്നെ നമ്മൾ 2 ബക്കറ്റ് ചാണകപ്പൊടി, 2 ബക്കറ്റ് കോഴിവളം എന്നിവ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് വിത്ത് പാകാം. വിത്ത് പാകി നമുക്ക് 9-ാം ദിവസം തന്നെ വിത്തുകൾ മുളച്ചു വരും. ഞാൻ സാധാരണ രീതിയിൽ അടിവളം മാത്രമാണ് കൊടുക്കുന്നത്. മേൽവളമായിട്ട് വേറെ ഒന്നും നമ്മൾ പിന്നീട് കൊടുക്കുന്നില്ല. നമ്മൾ ഇന്നലെ വിളവെടുത്ത ശേഷവും നമുക്കത് കായ്കൾ നല്ല നിരത്തിയുണ്ട്. ഇവിടെ ഇതൊക്കെ കായ്ച്ച ശല്യമാണ്. അപ്പം നമ്മൾ എങ്ങനെ പാവൽ കൃഷി ചെയ്താലും എന്തൊക്കെ ട്രാപ്പുകളും കീടനാശിനികളൊക്കെ നമ്മൾ ജൈവ കീടനാശിനിയൊക്കെ അടിച്ചാലും നമുക്ക് കുറേ കായൊക്കെ നമുക്ക് കായ്ച്ചകൾ കൊണ്ടുപോകും. ഇവിടെയൊക്കെ കായ്ച്ചയുടെ ശല്യം വളരെ രൂക്ഷമാണ്. മഴക്കാലമായാൽ ഇതാണ് കുഴപ്പം. ഇപ്പം സ്ഥലപരിമിതി ഇല്ലാത്തവർക്ക് ടെറസിൻ്റെ മണ്ടയിലും നമുക്ക് കൃഷി ചെയ്യാം. ചാക്കിലോ ഗ്രോ ബാഗിലോ മണ്ണ് നിറച്ച് നമുക്ക് ഈസിയായിട്ട് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പാവൽ വിളയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ചാക്കിലൊക്കെ മണ്ണ് നിറയ്ക്കുന്നവർ നല്ല വളക്കൂറുള്ള മണ്ണ് നോക്കി നിറയ്ക്കുക.
അമിതമായി വളം കയറ്റി കൊടുക്കരുത്. പാവൽ വള്ളി അധികമായി പടർന്ന് ഇലയൊക്കെ ചോലിച്ച് നമുക്ക് കായും പൂവും കിട്ടാതെ വരും. അപ്പം മിതമായ നിരക്കിൽ മാത്രം വളങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇന്നലെ എൻ്റെ തോട്ടത്തിൽ ഒരു വ്യക്തി പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, താങ്കൾക്ക് കൃഷിയിൽ നിന്ന് എന്ത് കിട്ടും? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യത്തിന് നല്ല കായും ലഭിക്കുന്നുണ്ട്, ലാഭവും കിട്ടുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, അത് എങ്ങനെയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. 2 ബക്കറ്റ് ചാണകപ്പൊടിയും 2 ബക്കറ്റ് കോഴിവളത്തിലുമാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. പിന്നീട് വളമൊന്നും ഞാൻ ചേർക്കാറില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനും കൃഷി ചെയ്യാൻ നോക്കി. യൂട്യൂബ് ചാനലൊക്കെ നോക്കിയപ്പോൾ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാൻ തോന്നില്ല എന്നാണ്. അപ്പോൾ ഞാൻ കേട്ടു, അതെന്താ അങ്ങനെ? അപ്പോൾ അവർ പറയുന്നത് ഒരു ചാക്കിൽ ലോകത്തില്ലാത്ത എല്ലാ വളങ്ങളും ചേർത്ത് വേണം കൃഷി ചെയ്യാനെന്ന്. അതായത് കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, കുമ്മായം, സ്യൂഡോമോൺസ്, അങ്ങനെ പലതും. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനെന്തിന് 1000 രൂപ മുടക്കി 50 രൂപയുടെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും കുറച്ച് മണ്ണ് സംഘടിപ്പിക്കുക. എന്നിട്ട് അതിൽ ചാരം, അതായത് ചാമ്പൽ, നമ്മൾ അടുക്കളയിൽ വിറക് വെച്ച് തീ എത്തിക്കുന്ന ചാരം, അത് മിക്സ് ചെയ്യുക മണ്ണിൽ. എന്നിട്ട് ചാണകപ്പൊടിയും കോഴിവളവും മിക്സ് ചെയ്ത് ചാക്കിലോ ഗ്രോ ബാഗിലോ നിറച്ച് വിത്ത് കുത്തുക. നമുക്ക് മികച്ച വിളവ് തന്നെ ലഭിക്കും. ഞാൻ അങ്ങനെ കൃഷി ചെയ്തിട്ടുള്ള ഒരു ആളാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാട് പിടിച്ചു കിടക്കുന്ന കുറച്ച് പുരയിടമുണ്ട്, ഞാൻ ഇന്ന് തന്നെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അയാൾ സന്തോഷപൂർവ്വം പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ സ്വന്തമായിട്ട് വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് കഴിക്കണം. അന്യനാട്ടിൽ നിന്ന് വരുന്ന മാരകമായ വിഷം ചേർന്ന പച്ചക്കറികൾ നമ്മൾ പരമാവധി എന്നല്ല, മൊത്തത്തിൽ നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക് വരണം എന്നുള്ളതാണ്. കൃഷി നമുക്ക് നഷ്ടമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, വളപ്രയോഗം കൂടിയാലും നമ്മൾ ആൾക്കാരെ വച്ച് കൃഷി ജോലികൾ ചെയ്യിപ്പിച്ചാൽ നമുക്ക് കൃഷി നഷ്ടത്തിലേക്ക് വരും. പരമാവധി നമ്മൾ ആൾക്കാരെ ഒന്നും വയ്ക്കാതെ സ്വന്തമായിട്ട് മണ്ണിലധ്വാനിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് ഉണ്ടാവുക. അമിതമായിട്ട് മണ്ണിൽ വളം കൊടുക്കാതിരിക്കുക. പാവലിന് ഏത് സമയത്തും അതിൻ്റെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്തിക്കൊണ്ടുവേണം നമ്മൾ കൃഷി ചെയ്യാൻ. കണ്ട, എപ്പോഴും ഈർപ്പമുണ്ടെങ്കിൽ നമ്മളെ ചെടിയൊക്കെ വാടാതെ കണ്ട നല്ല പച്ചപ്പിൽ നമുക്ക് കായൊക്കെ ലഭിക്കും. വേണ്ട, പാവയ്ക്കൊക്കെ കായ്ച്ച് കിടപ്പുണ്ട്. എന്താ മണം പാവയ്ക്കപ്പൂവിന്. മറ്റുള്ളവർ പറയും കണക്ക് ആഴ്ചയിൽ കുമ്മായമൊന്നും കലക്കി ചോട്ടിലൊന്നും ഒഴിക്കല് സുഹൃത്തുക്കളെ. അവരൊക്കെ പലതും പറയും. ഇതേ കണ്ട, മണ്ണിനെ അറിഞ്ഞ് ഞാൻ കപ്പ നട്ടതാണ്. നമ്മൾ ഒറ്റ വളം പോലും നമ്മൾ ചേർത്തിട്ടില്ല മണ്ണിൽ. കണ്ട, നമുക്ക് മണ്ണ് പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ വളമുണ്ടോ വളമില്ലയോ എന്ന്. സാധാരണ രീതിയിൽ പാവൽ കൃഷിയുടെ ഇടവിളയായി ആരും ഒന്നും നടാറില്ല. പക്ഷെ നമ്മളിവിടെ കപ്പ നട്ടിട്ടുണ്ട്. പാവൽ നട്ട് 1 മാസമായപ്പോഴാണ് നമ്മൾ കപ്പ നട്ടത്. നമ്മളിവിടെ
ഡെയിലി പാവയ്ക്ക് വിളവെടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 3 തവണയാണ് വിളവെടുക്കുന്നു എന്നാണ് മിക്കവരും പറയുന്നത്. പക്ഷെ നമുക്ക് ദിവസവും വിളവെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നാംദാരി എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനം പാവലിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, തേങ്ങാ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, മറ്റേ പിണ്ണാക്കുകളും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ചിലവ് ചുരുക്കി മികച്ച രീതിയിൽ ആദായം കിട്ടുന്ന രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം. പാവലെന്നല്ല, ഏത് വിളയായാലും. കണ്ട, വീട്ടാവശ്യത്തിന് പാവൽ കൃഷി ചെയ്യുന്നവർ കീടങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് യാതൊരു കീടനാശിനിയും സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പേപ്പറിൽ കൂടോ ഉണ്ടാക്കി നമുക്ക് പാവലിനെ സംരക്ഷിക്കാം. ഇതിപ്പോൾ നമുക്ക് 80-85 സെൻറ്റ് സ്ഥലമായതിനാൽ നമുക്ക് കൂടൊന്നും ഇടാൻ സാധിക്കുന്നില്ല. നമ്മൾ ഫിറമോൺ ട്രാപ്പ് വെച്ചാണ് നമ്മൾ കായ് ചവിട്ടിക്കുന്നത്. അപ്പോൾ ഫിറമോൺ ട്രാപ്പ് വയ്ക്കുന്ന രീതിയൊക്കെ നമ്മളെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്. ഞാനത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. എനിക്കിത് വിളവെടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോകാൻ ഉണ്ട്. അപ്പോൾ നമുക്കതിന് സമയം കിട്ടുന്നില്ല സുഹൃത്തുക്കളെ.